على نبينا محمد وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹയ്യ അല സലാ കോഴ്സിലെ പഠിതാക്കളെ, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് നിസ്കാരത്തിന് മുമ്പായി നാം ശ്രദ്ധിക്കേണ്ട ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ത്വഹാറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് പാദരക്ഷയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട മസലകളായിരുന്നു. വുളുവിന്റെ വിഷയം, അതേപോലെ തന്നെ കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാദരക്ഷയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അറിയേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ്, നമുക്ക് ഏതെങ്കിലും സാഹചര്യത്താൽ വുളു എടുക്കുവാനോ അല്ലെങ്കിൽ കുളിക്കുവാനോ സാധിക്കാത്ത സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നമുക്ക് കുളിക്കേണ്ട അല്ലെങ്കിൽ വുളു എടുക്കേണ്ട വെള്ളം അത് ലഭ്യമാകാതിരുന്നാൽ നമ്മൾ എന്തു ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയേണ്ട ചില മസലകൾ. അതിനെ നമുക്കെല്ലാവർക്കും അറിയാം. കുളിക്കുവാനോ വുളു ചെയ്യുവാനോ സാധിക്കാത്ത സന്ദർഭത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്ന മറ്റൊരു വ്യവസ്ഥയാണ്, അതല്ലെങ്കിൽ ഒരു ഇളവാണ് തയമ്മും ചെയ്യുക എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും അവന്റെ ശരീരത്തിൽ വെള്ളം തട്ടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസത്താൽ വെള്ളം ലഭിക്കാതെ വരാം. ആരോഗ്യപരമായി കൊണ്ട് വെള്ളം തട്ടിയാൽ മരണം സംഭവിക്കാവുന്ന അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ നമുക്ക് ശുദ്ധി വരുത്താൻ സാധിക്കും? മാനുഷികമായി കൊണ്ട് നമ്മൾ അശുദ്ധിയുള്ള സാഹചര്യങ്ങളിലേക്ക് എത്താം. ജനാപത്തുകാരനാകാം, ഹൈദ് കൊണ്ടോ നിഫാസ് കൊണ്ടോ മറ്റേ ഏതെങ്കിലും രൂപത്തിലുമൊക്കെ നജസ് നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വുളു പുതുക്കേണ്ട, വുളു ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾക്ക് വുളുവിന് പകരം, കുളിക്ക് പകരം തയമ്മും എന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധി വരുത്തുവാൻ, നിസ്കരിക്കുവാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ, മറ്റു കാര്യങ്ങൾ നിർവഹിക്കുവാൻ എല്ലാം സാധിക്കും എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളുടെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ ഇജ്മാഅോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് തയമ്മും ചെയ്താൽ വുളുവിനു പകരം, കുളിക്ക് പകരം തയമ്മും മതിയായതാണ് എന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് അതിലേക്ക് സൂചന നൽകുന്ന പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും മിൻഹു മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജിൻ. അല്ലാഹു നിങ്ങൾക്കൊരു പ്രയാസം എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ വഇൻ കുൻതും മർള ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദു മാഅ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല എങ്കിൽ ഫതയമ്മമു, നിങ്ങൾ തയമ്മും ചെയ്തു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റുള്ള ഉമ്മത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിന് ഒരു ഫളിലായിക്കൊണ്ട്,
ഈ ഉമ്മത്തിന് മാത്രമായിക്കൊണ്ട് നൽകിയ പ്രത്യേകതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറയുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. വജുഇലത് ലനാ അൽ അർദു കുല്ലുഹാ മസ്ജിദ. ഈ ഉമ്മത്തിന് ഭൂമി പൂർണ്ണമായി കൊണ്ട് മസ്ജിദ് ആയിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ അനുവദിക്കപ്പെട്ട സ്ഥലമാക്കിയിട്ടുണ്ട്. മുൻകഴിഞ്ഞ വേദക്കാർക്ക്, മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ഭൂമിയിലെ എല്ലാ സ്ഥലത്തു നിന്നും നിസ്കരിക്കാൻ പറ്റൂലായിരുന്നു. അവർ നിസ്കരിക്കരുത്, അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടതായ മസ്ജിദുകളിൽ നിസ്കരിക്കാൻ പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട ആ സ്ഥലങ്ങളിൽ മാത്രമേ നിസ്കരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഉമ്മത്തിന്, പ്രവാചകന്റെ ഈ ഉമ്മത്തിന് ഭൂമിയിലെ ഏത് സ്ഥലത്തും നിസ്കരിക്കാം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിസ്കാര സ്ഥലവുമായി ബന്ധപ്പെട്ട് വിശദമായിക്കൊണ്ട് 4-5 ക്ലാസ് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ശേഷം പ്രവാചകൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ മണ്ണിനെ അതെന്തായിട്ടുണ്ട്, തൊഹൂറാക്കിയിട്ട് ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള മണ്ണാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇദാ ലം നജിദ് അൽ മാ, നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ എന്ന്. അപ്പോൾ വെള്ളം ലഭിച്ചിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ വെള്ളമുണ്ട്, അങ്ങനെയുള്ള സാഹചര്യത്തിലും നമുക്ക് വുളു എടുക്കാൻ പറ്റൂല. ഭയങ്കര ചൂടുള്ള വെള്ളമാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പുള്ള വെള്ളമാണ് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗം മൂർച്ഛിക്കും, നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് തയമ്മും ചെയ്താൽ മതി എന്നാണ് ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാം, പഠിക്കാം. അതിൽ ഒന്നാമത്തത് തയമ്മും, അത് എപ്പോഴാണ്, ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ചെയ്യാൻ സാധിക്കുക? ചെറിയ അശുദ്ധിക്ക് മാത്രമാണോ, വലിയ അശുദ്ധിക്ക് മാത്രമാണോ? എല്ലാ അശുദ്ധിക്കും നമുക്ക് തയമ്മും ചെയ്യാവുന്നതാണ്. കുളി നിർബന്ധമായ കാര്യമാണ്. പക്ഷെ വെള്ളമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ യാത്രയിലാണ്, ഫ്ലൈറ്റിലോ മറ്റോ വേറെ എന്തെങ്കിലും രൂപത്തിൽ വെള്ളം നമുക്ക് ആവശ്യമായ രൂപത്തിൽ കുടിക്കാൻ, നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വെള്ളം മാത്രമേ ഉള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തയമ്മും ചെയ്യാം. ഇങ്ങനെ ഈ രൂപത്തിൽ തയമ്മും നമുക്ക് നിർവഹിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. അത് ചെറിയ അശുദ്ധി ആയിരുന്നാലും ശരി, വലിയ അശുദ്ധി ആയിരുന്നാലും ശരി, വുളു എടുക്കേണ്ട, അതിൽ കുളിക്കണ്ട, രണ്ട് നിലക്കും പകരമായിക്കൊണ്ട് തയമ്മും ചെയ്താൽ മതി എന്നതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, തയമ്മും അത് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ചില ആളുകളൊക്കെ വിചാരിക്കാറുണ്ട്, പിന്നീട് വെള്ളം കണ്ടു കഴിഞ്ഞാൽ വുളു എടുത്തുകൊണ്ട് വീണ്ടും നിസ്കരിക്കണം, ആ നിസ്കാരം നിർവഹിക്കണം എന്നുള്ളത്. അങ്ങനെയൊന്നില്ല. തയമ്മും ചെയ്തുകൊണ്ട് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം പിന്നീട് വെള്ളം കിട്ടിയാൽ മടക്കി നിർവഹിക്കേണ്ടതില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ, പ്രബലമായ പണ്ഡിതന്മാരുടെ അഭിപ്രായമായിക്കൊണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തയമ്മും ചെയ്ത് ആ തയമ്മും കൊണ്ട് എത്ര നിസ്കരിക്കാം? ചില ആളുകൾ പറയാറുണ്ട്, ഒരു തയമ്മും കൊണ്ട് ഒരു നിസ്കാരം. അല്ല, ആ തയമ്മും ചെയ്തതിനു ശേഷം പിന്നീട് എപ്പോഴാണോ നമുക്ക് അശുദ്ധി ഉണ്ടാവുന്നത്, വുളു നഷ്ടപ്പെടുന്നത്, അതല്ലെങ്കിൽ കുളിക്കേണ്ട നിർബന്ധമായ സാഹചര്യം ഉണ്ടാവുന്നത്, അതുവരെ ആ ഒരു തയമ്മം കൊണ്ട് തന്നെ നമുക്ക് എത്ര നിസ്കാരവും എന്ത് ഇബാദത്തുകളും, വുളു നിർബന്ധമായി കൊണ്ട് ചെയ്യേണ്ട ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ അതെല്ലാം നിർവഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യാം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വുളു, ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് മനസ്സിലാക്കേണ്ടത്, വുളു തജ്ദീദ് ചെയ്യുക, വുളു പുതുക്കിക്കൊണ്ടിരിക്കുക എന്നത് പ്രത്യേകം സുന്നത്തുള്ള ഫളലുള്ള കാര്യമാണ്. എന്നാൽ തയമ്മും അത് പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന് പ്രത്യേകമായി കൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. ഒരിക്കൽ തയമ്മും ചെയ്താൽ തന്നെ അത് മതിയായതാണ്. അത് ഓരോ വക്തിനും ഓരോ ഇബാദത്തുകൾക്കും അങ്ങനെ തയമ്മും ആവർത്തിച്ച് നിർവഹിക്കുന്നതിന് സലഫുകളിൽ നിന്ന് മാതൃകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, വെള്ളമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയിരുന്നു, വെള്ളം നമുക്ക് ലഭ്യമാണ്. പക്ഷെ നല്ല തണുപ്പുള്ള, അതിശൈത്യമുള്ള സമയം, പല ആളുകളും ഇപ്പോ ഇന്ന് ഞാൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള
ദക്ഷിണേന്ത്യയിൽപ്പെട്ട ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരാളുമായി സംസാരിച്ച സമയത്ത് അവിടുത്തെ എന്താ പറയാ ക്ലൈമറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ -2 -3 ഒക്കെ ഡിഗ്രി സെൽഷ്യസ് ഉള്ള ആളുകൾ, അവർക്ക് ഒരു പക്ഷെ ചൂടുവെള്ളം, അപ്പൊ ആ ചൂടിനെയും തണുപ്പിനെയും മിതമാക്കാൻ പറ്റിയ രൂപത്തിലുള്ള വെള്ളം ലഭിച്ചോളണമെന്നില്ല. അപ്പൊ അത്തരം സമയങ്ങളിൽ അവർ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് അവർക്ക് ഒരു പ്രയാസമായിരിക്കും. കാരണം ശരിയായിട്ട് വുളു എടുക്കാൻ പറ്റില്ല. നല്ല തണുപ്പുള്ള -2 -3 ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് വുളു എടുക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാം. വെള്ളമുണ്ട്, സാഹചര്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിശൈത്യം, അങ്ങേയറ്റത്ത് തണുപ്പുള്ളത് കാരണം വുളു എടുക്കാൻ സാധിക്കൂല. കാരണം എന്താ? വുളുവൻ അപ്പൊ ഭയങ്കര തണുപ്പുണ്ടാകുമ്പോൾ നമ്മൾ കൈകളിലേക്കൊക്കെ പൂർണ്ണമായിട്ട് വെള്ളം എത്തിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. അതേപോലെ തന്നെയാണ് അങ്ങേയറ്റത്ത് ചൂടുള്ള സ്ഥലങ്ങൾ. ഇപ്പൊ ചില നാടുകളിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. വെള്ളം അങ്ങനെ തിളച്ച വെള്ളം പോലെ വരും. അങ്ങനെ ആ വെള്ളം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി അത് അങ്ങനെ ഒന്നും പെട്ടെന്ന് ആവൂല. സമയം ഒരു പക്ഷെ അതിന് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ആ സമയം നഷ്ടപ്പെടും. നമ്മുടെ നിസ്കാരത്തിന് സമയം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിലും തയമ്മും ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ മതി എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തത്, എങ്ങനെയാണ് നമ്മൾ തയമ്മും ചെയ്യേണ്ടത്, തയമ്മുമിന്റെ രീതി എങ്ങനെയാണ് എന്നതാണ്. അത് നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭൂമി നിലത്തടിക്കുക. നിലത്തടിച്ച് കയ്യിൽ അധികമായി കൊണ്ട് പൊടിയോ മറ്റോ ഉണ്ട് എങ്കിൽ കയ്യിൽ ഊതുന്നത് കൊണ്ട് വിരോധമില്ല. അതല്ലെങ്കിൽ കൈകൊണ്ട് ആ പൊടി തട്ടിയതിനു ശേഷം കയ്യിന്റെ മുകൾ ഭാഗം വിരൽ മുതൽ ഈ കയ്യിന്റെ ഈ ജോയിന്റ് വരെ, അതുവരെ കയ്യിന്റെ മുകൾ ഭാഗം തടവുക. ഇടത് കൈ കൊണ്ട് വലതും വലത് കൈ കൊണ്ട് ഇടതും ഒരു തവണ തടവുക എന്നതാണ് തയമ്മുമിന്റെ രീതി. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭൂമിയിൽ കൈ പതിപ്പിക്കുന്നു. ഭൂമിയിൽ അടിച്ച ശേഷം കയ്യിൽ പൊടിയുണ്ട് എങ്കിൽ അത് കൈ തട്ടിക്കൊണ്ട്, അതല്ലെങ്കിൽ കയ്യിൽ ഊതിക്കൊണ്ടോ, കൈപ്പത്തി എന്ത് ചെയ്യുന്നു? ആദ്യം വലത് കൈപ്പത്തി തടവുന്നു, പിന്നീട് ഇടത് കൈപ്പത്തി തടവുന്നു, ശേഷം മുഖം തടവുന്നു. ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം മുഖം തടവിയതായിട്ടും വന്നിട്ടുണ്ട്. രണ്ട് രൂപത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മുഖം ആദ്യം തടവിയതായിക്കൊണ്ടും കൈ ആദ്യം തടവിയതായിക്കൊണ്ടും വന്നിട്ടുണ്ട്. രണ്ട് രൂപത്തിലും ചെയ്യാവുന്നതാണ്. അതിനും വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിലും ചെയ്തതായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് തയമ്മുമിന്റെ രൂപമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എപ്പോഴാണ് തയമ്മും അത് നമുക്ക് നഷ്ടമാകുന്നത്, തയമ്മും അത് ബാത്തിലായി തീരുന്നത് എപ്പോഴാണ്? ഒന്ന്, നമ്മൾ സാധാരണ വുദു നഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം തയമ്മും എന്ത് ചെയ്യും? നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത്, ചില പണ്ഡിതന്മാർ ഇപ്പോ നല്ല ഒരു ഭൂമി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, തയമ്മും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല മണ്ണോ നല്ല ഭൂമിയോ നല്ല പ്രതലമോ ഒന്നും നമുക്ക് ലഭിച്ചില്ല എങ്കിൽ അത്തരം സമയത്ത് തയമ്മും ചെയ്യാതെ നിർവഹിക്കാൻ പറ്റും, നിസ്കരിക്കാൻ പറ്റും. കാരണം അവിടെ അവർക്ക് ഒരു അശക്തിയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം ലഭിച്ചില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ, ഒരു മനുഷ്യനെ അവർക്ക് കഴിയുന്നത് അല്ലാഹു എന്ത് ചെയ്യുള്ളൂ, കൽപ്പിക്കുള്ളൂ. ഒരാള് വെള്ളം തപ്പി നടന്നു, വെള്ളം കിട്ടിയില്ല, നല്ല പ്രതലം നല്ലൊരു ഭൂമി തയമ്മും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പി നടന്നു, അതും കിട്ടിയില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി? അവർക്ക് ഒന്നും ചെയ്യാതെ തന്നെ നിസ്കരിച്ചാൽ മതി എന്നും പണ്ഡിതന്മാർ ഉണർത്തിയത് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് തയമ്മുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഫഹദ വല്ലാഹു അലം ഫിസ്സവാബ്. എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ മൈക്ക് ഓൺ ചെയ്തു തരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഈ സുജൂദില്
സുജൂദ് ചെയ്യുമ്പോൾ സുജൂദി കിടന്ന് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാവോ? ആ സൗണ്ടിൽ തന്നെ പ്രാർത്ഥിക്കാവോ? സുജൂദിൽ എത്രയും പ്രാർത്ഥിക്കാം. 3 പ്രാവശ്യം ആണ് എന്നില്ല. അപ്പോ ഏറ്റവും ചുരുങ്ങിയ പരിപൂർണമായ രൂപമാണ് 3 പ്രാവശ്യം എന്നുള്ളത്. ചില റിപ്പോർട്ടുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ 11 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. അപ്പൊ എത്രയും അധികരിക്കാം, എത്രയും റബ്ബിനോട് സുജൂദിൽ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. മലയാളത്തിൽ പ്രാർത്ഥിക്കാവോ? മലയാളത്തിൽ പ്രാർത്ഥിക്കാതെ പണ്ഡിതന്മാർക്കിടയിൽ അറബി അല്ലാത്ത ഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട്, വലിയ ചർച്ചകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പരമാവധി അറബിയിൽ തന്നെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പരിപൂർണമായിക്കൊണ്ട് അത്തരം ആശയങ്ങളുള്ള ചെറിയ ദുആകള്, നമ്മളെ എല്ലാ ഖൈറിനെയും റബ്ബിനോട് ചോദിക്കാനൊക്കെ പറ്റിയ പ്രാർത്ഥനകൾ എമ്പാടുമുണ്ട്. ചെറിയ ചെറിയ പ്രാർത്ഥനകൾ. മനസ്സിൽ പ്രാർത്ഥിക്കുകയാണോ സൗണ്ട്? ആ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയണ ആ സൗണ്ടിൽ തന്നെ പ്രാർത്ഥിക്കാവോ? മലയാളത്തിലോ? അല്ല, മനസ്സിൽ പറയുകയാണോ, പ്രാർത്ഥിക്കുകയാണോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പരമാവധി നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിൽ മാത്രമല്ല നമ്മുടെ ചുണ്ടുകളും നാവുകളും അനങ്ങിക്കോട്ടെ, അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ വളരെ സൈലന്റ് ആയി ചുണ്ടുകളൊന്നും അനങ്ങാതെ ഉള്ള പ്രാർത്ഥനകളല്ല. നമ്മൾ ചുണ്ട് അനങ്ങിക്കൊണ്ട് നാവ് അനങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥന തന്നെയാണ്. ശബ്ദം പുറത്തു വരണം നിർബന്ധമില്ല, പുറത്ത് വന്നിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ എന്താ ചെയ്യാ, നമ്മൾ ചുണ്ടുകൾ അനക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. തയമ്മും ചെയ്യുമ്പോ ഈ മണ്ണ് തന്നെ നിലത്ത് തന്നെ അടിക്കണമെന്നുണ്ടോ സർ? അല്ലെങ്കിൽ മതില് ചുമരിലൊക്കെ നമുക്ക് അടിക്കാൻ പറ്റുമോ? എങ്ങനെ? തയമ്മും ചെയ്യുമ്പോ ഈ പ്രതലത്തിൽ നിലത്ത് തന്നെ അടിക്കണമെന്നുണ്ടോ? അല്ല നമുക്ക് നല്ല വൃത്തിയുള്ള ചുമരൊക്കെ ഉണ്ടെങ്കിൽ അതിലടിച്ചിട്ട് തയമ്മും ചെയ്യാൻ പറ്റുമോ? ഏത് പ്രതലത്തിലും പറ്റും എന്നുള്ളതാണ്. അപ്പൊ ചുമരിലും മറ്റു കാര്യങ്ങളിലൊക്കെ അപ്പൊ എന്ത് ചെയ്തില്ല, അപ്പൊ ഫ്ലൈറ്റിലൊക്കെയാണ്. ഫ്ലൈറ്റിലും വണ്ടിയിലൊക്കെ ഫ്ലൈറ്റില് ഇപ്പൊ നമുക്ക് എന്ത് ഫ്ലൈറ്റിലെ കാര്യം ചോദിക്കാൻ പറഞ്ഞതാണ്. ഫ്ലൈറ്റില് അല്ലെങ്കിൽ ട്രെയിനില് ഇത്തരം സമയങ്ങളൊന്നും നമുക്ക് മണ്ണ് കിട്ടൂലല്ലോ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ശുദ്ധിയുള്ള ഒരു പ്രതലത്തിൽ ചുമരിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ തടവ് വെച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുള്ളത് അഭിപ്രായപ്പെട്ടത്. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള, ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളാഹി പോലെയൊക്കെയുള്ള പണ്ഡിതന്മാർ, ആധുനികരും പൗരാണികരുമായ സലഫി ഉലമാക്കള് എന്ത് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അത് പറഞ്ഞില്ലേ, പ്രതലം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കാം, ഒന്നും ചെയ്യണ്ട. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ എന്നാ ഞാൻ ചോദിക്കും. എങ്ങനെ? നല്ല പ്രതലം കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നിസ്കരിക്കാം ഇപ്പം ഉസ്താദ് പറഞ്ഞല്ലോ. ഈ ഒരു സൗകര്യം ഒരു സ്ഥലത്തൊക്കെ കിട്ടൂലേ, നമ്മളെ വീട്ടിലായാലും കിട്ടും. നമ്മുടെ എന്താ പറയാ, മേശയിലോ അതല്ലെങ്കിൽ ചുമരിലോ മറ്റെവിടെയെങ്കിലൊക്കെ പറ്റും. ഇനി അതിനും പറ്റാത്തവരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം ഉസ്താദേ? ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിസ്കരിക്കാൻ പറ്റുമ്പോ നമ്മുടെ നിയ്യത്ത് എന്തായിരിക്കണം? അവിടെ നമുക്ക് വുളു എടുക്കാൻ അശക്തരായത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നേരെ നിസ്കരിച്ചാൽ മതി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഒരു ഒട്ടകപ്പുറത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പത്തെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇല്ല. എന്നിരുന്നാലും കൂടി ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യണം, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാണ്, ലൈക്ക് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മള് ആ യാത്രക്കിടയിൽ നമുക്ക് വെള്ളമില്ല, ട്രെയിനിൽ നമുക്ക് വെള്ളം കിട്ടുന്നില്ല, അങ്ങനെ നമ്മള് യാത്രാവാഹനത്തിൽ അല്ലെങ്കിൽ നമ്മളവിടെ ആകപ്പെട്ട സ്ഥലത്ത് ഒരു ചുമരില്ല, മണ്ണ് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല മണ്ണ് തീർത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കഴിയണില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളരെ അപൂർവ സാഹചര്യങ്ങൾ മാത്രമാണ്. എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിൽ ഉസ്താദെ, നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ ഫ്രണ്ടിലുള്ള സീറ്റിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അവിടെ കൈ അടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, തയ്യാറ ചെയ്തിട്ട് നിസ്കരിക്കാം അല്ലേ? ഓക്കെ ഉസ്താദെ. ഫർണിച്ചറിൽ പറ്റുമെങ്കിൽ ഫർണിച്ചർ ആകാം, ചുമരാകാം, എന്തുമാകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഖിബില പ്രശ്നമില്ലായിരിക്കും അല്ലേ? എങ്ങനെ? അപ്പം നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ആകുമ്പോ ഖിബില നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആവശ്യമില്ല.
കിബിലയുടെ ലിങ്ക് ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല. ഞാൻ എന്താ പറയാ, കിബിലന്റെ മാത്രല്ല ഒരുപാട് ലിങ്ക് ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പക്ഷെ വല്ലാഹു കിബിലയുടെ അതിൽ മുസ്തആൻ, നിന്ന് കിട്ടുന്നില്ല. എന്റെ ഫോണ് എന്താ ചെയ്തിട്ടുണ്ട്, ഒന്ന് പണി മുടക്കിയിട്ടുണ്ട് ഒരാഴ്ചയായിട്ട്. ഫോണ് കംപ്ലൈന്റ് ആണ്. ഇപ്പൊ ഇന്നിപ്പോ പ്രസന്റേഷൻ അടക്കം ഇല്ലാത്തത് ഞാൻ ഇപ്പൊ വേറൊരു ഡിവൈസിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഫോൺ ഒരാഴ്ചയായിട്ട് കംപ്ലൈന്റ് ആണ്. മതി. ഓക്കെ, എന്റെ ഓർമ്മയിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തതായിരുന്നു. പക്ഷെ അല്ലാഹു മുസ്തആൻ എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിട്ട് കിടക്കാണ്. അത് ശരിയായി കിട്ടിയിട്ടില്ല. എന്തായാലും കുറച്ച് ദിവസം കൂടി അത് ശരിയാവാൻ എടുക്കുമെന്നാണ് അതിന്റെ വിദഗ്ധര് പറയുന്നത്. ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ശരിയാവില്ല, എറണാകുളത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ അയക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രയാസത്തിലാണ് ഉള്ളത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അത് ശരിയായി കഴിഞ്ഞാൽ ഞാൻ അയക്കാം ഇൻഷാ അല്ലാഹ്. ഒരു സംശയം, സുജൂദില് ചെല്ലുന്ന പ്രാർത്ഥനകൾ ഒറ്റയാക്കിയിട്ട് തന്നെ പിന്നെ പറയണമെന്നുണ്ടോ? സുജൂദിലും റുക്കുവിലൊക്കെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 1, 2, 3 എത്ര പ്രാവശ്യം നമുക്ക് ചൊല്ലാം. അതേപോലെ നമ്മളിപ്പോ ഫർള് നമസ്കരിച്ച് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പോയി അതിന്റെ ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കുക, അതുകൊണ്ടൊന്നും പ്രശ്നമില്ലല്ലോ, തെറ്റാവില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. അതുപോലെ സുജൂദില് ഹംദും സ്വലാത്തും ചൊല്ലണമെന്നുണ്ട് ദുആന്റെ മുമ്പ്? ഇല്ല, വേണ്ടല്ലേ? സുബ്ഹാന റബ്ബിയൽ അഅല കഴിഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുമ്പോ ഹംദും സ്വലാത്തും വേണ്ടെന്നില്ല? വേണ്ട. അതുപോലെ വിത്ർ നിസ്കാരത്തിൽ 3 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കാൻ എന്തേ കുഴപ്പമുണ്ട്? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഒരുമിച്ച് നിസ്കരിക്കാം. പക്ഷെ അവിടെ എന്താ ചെയ്യരുത്, രണ്ടാമത്തെ റക്അത്തിൽ തശഹൂദിന് ഇരിക്കരുത്. തശഹൂദ് ഇല്ലാതെ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. സ്ഥിരമായിട്ട് നിസ്കരിക്കുമ്പോ എന്തെങ്കിലും ഇതുണ്ടാവും? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. തശഹൂദിന് ഇരിക്കാതെ ഒന്നിച്ചാണ്ട് നിസ്കരിക്കാനാ പറഞ്ഞത്. അതെ, തശഹൂദിൽ രണ്ടാമത്തെ റക്അത്തിൽ തശഹൂദിൽ ഇരിക്കാതെ നേരെ 3-ാമത്തെ റക്അത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ നിസ്കരിക്കാൻ പറ്റും. 2 നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 3-ാമത്തെ റക്അത്ത് അങ്ങനെ നിസ്കരിക്കാം. അതെന്താ വെച്ചാല് മഗ്രിബുമായി വ്യത്യാസം ഉണ്ടാവണം എന്നുള്ളതാണ്. കുളീന്റെ കാര്യം അടുത്ത ക്ലാസ്സിലായിരിക്കും. കുളി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞു, 2-3 ക്ലാസ് മുമ്പ്. അല്ല, വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മം ചെയ്യാം. അത് നമ്മളിതിൽ പറഞ്ഞല്ലോ. അതും ഈ ഇതുപോലെ തന്നെയല്ലേ? വുളുവിനെ പോലെ തന്നെയാണ്. വുളുവിന് വെള്ളം കിട്ടാത്ത പോലെ തന്നെയാണ് കുളിക്കും. വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ തയമ്മം ചെയ്യാന്നുള്ളത്. അതും ഇത് ഈ വുളു ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെ കയ്യോ അടിച്ച് ഒരു പ്രാവശ്യം. അതെ, രണ്ടിനും ഒരേ രൂപം തന്നെ. പിന്നെ പിന്നെ നമ്മള് ജുമക്ക് പോയാല് പിന്നെ നമ്മളൊരു യാത്രയിലാണെങ്കിൽ നമുക്ക് കസറാക്കി നിസ്കരിക്കണമെങ്കിൽ ജുമ കഴിഞ്ഞിട്ട് അത് 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. നമ്മള് വെള്ളിയാഴ്ച ജുമക്ക് പോയി, അപ്പൊ നമ്മളൊരു യാത്രയിലാണ്. അപ്പൊ ആ ജുമ നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അസർ അതിന്റെ കൂടെ കസറാക്കി നിസ്കരിക്കാൻ പറ്റുമോ? ജുമാന്റെ കൂടെ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ശരിയായിട്ടുള്ള അഭിപ്രായം വല്ലാഹു അഅലം ഫിസ്സവാബ്, ജുമാന്റെ കൂടെ അസർ ജമ ആക്കി നിസ്കരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അസറിന്റെ സമയത്ത് എന്ത് ചെയ്യണം, അസർ വേറെ തന്നെ നിസ്കരിക്കണം. ജുമാന്റെ കൂടെ ജമ ആക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും ഒക്കെ പ്രബലമായ അഭിപ്രായം. അപ്പൊ അതേപോലെ നമ്മള് ദുഹർ നിസ്കരിക്കാന് ഇപ്പൊ പള്ളിയിൽ കയറി, അപ്പൊ നമ്മള് അതിന്റെ കൂടെ അസർ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടണല്ലോ. ഇമാമ് നിസ്കരിക്കുമ്പോ ഇമാമിനെ പൂർണ്ണമായിട്ട് പിന്തുടരുക എന്നുള്ളതാണ് അതിലെ ശരിയായ രീതി. എത്രയാണോ നിസ്കരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് നിസ്കരിക്കുക. എന്നിട്ട് ശേഷം അസർ നിസ്കരിക്കുമ്പോൾ നമുക്ക് 2 നിസ്കരിച്ചാൽ മതി. അസർ 2 നിസ്കരിച്ചാൽ മതി. ഓക്കെ. തയമ്മുമിന്റെ രൂപം പറഞ്ഞുതരുവാ? തയമ്മുമിന്റെ രൂപം നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസ്മി ചൊല്ലി നിയ്യത്ത് വെക്കുക. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭൂമിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രതലത്തിലോ ചുമരിലോ എവിടെയാണോ നമുക്ക് അവിടെ അടിക്കാൻ സൗകര്യമുള്ളത് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ അടിക്കുന്നു. ഇനി കയ്യിൽ പൊടിയോ മറ്റോ ഉണ്ടെങ്കിൽ ആ പൊടി തട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഊതുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഊതിയതായിട്ടൊക്കെ നമുക്ക് കാണാം. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മള് ഭൂമിയിൽ അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചുമരിൽ അടിച്ചതിന് ശേഷം കൈയിന്റെ മുകളിലൂടെ
എന്ത് ചെയ്യുന്നു, ഒരു തവണ തടവുന്നു, ഇടത് കൈ കൊണ്ട് വലത് കൈയും വലത് കൈ കൊണ്ട് ഇടത് കൈയും തടവുന്നു, അതേപോലെ തന്നെ മുഖം തടവുന്നു. മറ്റ് ഒരു രീതി ആയിക്കൊണ്ട് പ്രവാചകൻ ആദ്യം മുഖം തടവി പിന്നീട് കൈ തടവിയായിട്ടും ഹദീസുകളിലുണ്ട്. ഈ രണ്ട് രൂപത്തിലും നമുക്ക് നിർവഹിക്കാം, രണ്ടും കുഴപ്പമില്ല. പിന്നെ ഒരു മിനിറ്റ്, നായ തൊടാത്ത മണ്ണാവണമെന്നുണ്ടോ? ഇല്ല, നമുക്കത് മണ്ണിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തല്ല അത് നജസാണോ ഇല്ലെന്ന് പ്രത്യക്ഷത്തിൽ നജസ് കാണുന്നിടത്ത് മാത്രമേ നമുക്കത് നജസ് എന്ന് വിധിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ഭൂമിയൊക്കെ നമുക്ക് എന്താണ്, തഹൂറാണ് എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, പ്രായമായവർക്ക് വുളു എടുക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ചുമരിൽ അടിച്ച് നിസ്കരിക്കാമോ? ബാത്റൂമിൽ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്ന സമയത്ത് വുളു എടുക്കും, 20 മിനിറ്റ് ഒക്കെ എടുക്കും ബാത്റൂമിൽ പോയി വരാൻ. അല്ലെ, ഇപ്പൊ ആ വിഷയത്തില് പ്രായമായവരുടെ വുളു എടുക്കണം. വെള്ളം തട്ടാൻ അവർക്ക് പ്രയാസമില്ല എങ്കിൽ അവർ വുളു എടുക്കുക തന്നെ വേണം. അവരുടെ ഇതില് വെള്ളം തട്ടി കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകും, രോഗം മൂർച്ഛിക്കും എന്നൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് ആ ഇളവുള്ളത്. ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇപ്പൊ നടക്കാനും മറ്റു പ്രയാസങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ അവരെ പരിചരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, അവർക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തില് വെള്ളം കൊടുന്നുകൊണ്ട് എന്ത് ചെയ്യാം, വുളു എടുത്തു കൊടുക്കാം, അതല്ലെങ്കിൽ വെള്ളം പാർന്നു കൊടുക്കാം, അടിയിൽ ഒരു ബക്കറ്റോ മറ്റെന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് വുളു എടുത്തു കൊടുക്കുക ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാനാണ് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അവിടെ അതൊരു അശക്തതയല്ല, ബാക്കിയുള്ളവർക്ക് അവരെ സഹായിച്ചു. ഇനിയിപ്പോ ആരും അവിടെ ഇല്ല, അവർക്ക് നീച്ച് ബാത്റൂമിൽ പോകാൻ സാധിക്കൂല, അങ്ങനെയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർ കിടക്കുന്നിടത്ത് തന്നെ അടിച്ചുകൊണ്ട് തായ്മ ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. എന്നാൽ അവിടെ ആളുകളുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഒരു ബക്കറ്റിലോ പാത്രത്തിലോ ഒക്കെ വെള്ളം കൊടുത്തുകൊണ്ട് വുളു എടുക്കാൻ തന്നെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു അഅലം. ആരെന്തോ ചോദിച്ചല്ലോ, അതന്നെ ബാങ്ക് കൊടുത്ത് നമ്മള് പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷം റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണോ നബി എന്നാണോ പറയാ? അത് എങ്ങനെ റസൂലുള്ളാഹ് എന്നാ പറയാ? അങ്ങനൊരു പ്രാർത്ഥന വന്നിട്ടുണ്ട്. അല്ല, ലാസ്റ്റ് നബി അതന്നെ റസൂലുള്ളാഹ് നബി, പിന്നെ റസൂലുള്ളാഹ് തന്നെ പറയണം അല്ലേ? റളീതു ബില്ലാഹി റബ്ബ വബിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അങ്ങനെ റസൂലുള്ളാഹ് എന്ന് പറയാം അല്ലേ? അതെ. ഖിബില അറിയാതെ ഫ്ലൈറ്റിൽ നിസ്കരിച്ചാൽ അത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഫ്ലൈറ്റിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നോ ഖിബില അറിയാത്ത സമയങ്ങളിൽ നമുക്ക് ഏതാണോ ഖിബില എന്ന് ബോധ്യപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് നിന്ന് നിസ്കരിക്കാവുന്നതാണ്. അതുകൊണ്ട് എന്തില്ല, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദിച്ചത് നബിയാന്നാണോ റസൂലുള്ളാന്നാണോ ചൊല്ലേണ്ടത്? ഒരു മിനിറ്റ്, ചോദ്യം ചോദിക്കാത്തവരൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഈ ഡിവൈസ് നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ഇപ്പൊ പ്രായമായിട്ട് ബാത്റൂമിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കൊണ്ട് പറഞ്ഞില്ലേ, അത്തരം ആൾക്കാർക്ക് ഇപ്പൊ ളുഹർ അസർ ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയത്ത്? കുഴപ്പമില്ല, അവർക്ക് അങ്ങനെ പ്രയാസമുണ്ട്, അങ്ങനത്തെ ഒരു ഹാജത്ത് ഉണ്ടെങ്കിൽ ജമ്മാക്കി നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഹോസ്പിറ്റൽ കേസിലോ മറ്റോ കാരണം അസർ നിസ്കരിക്കാൻ പറ്റാതെ മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴാണോ നമുക്കത് നിസ്കരിക്കാൻ പറ്റുന്നത് അപ്പൊ തന്നെ നിസ്കരിക്കുക. പരമാവധി എന്താ ചെയ്യാ, നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കുക. യാതൊരുവിധ കാരണവശാലും നിസ്കാരം എന്ത് ചെയ്യാൻ പാടില്ല, ഡിലേ ആകാൻ പാടില്ല. അപ്പൊ ഉസ്താദെ, മഗ്‌രിബിന്റെ സമയത്ത് അപ്പൊ ആദ്യം ഏത് നിസ്കാരം നിസ്കരിക്കണം? അസർ നിസ്കരിക്കാതെ ആയിപ്പോയി, അപ്പൊ അതിനുശേഷം മഗ്‌രിബ് വന്ന് മഗ്‌രിബല്ലേ, അപ്പൊ ആദ്യം അസറാണ് നിസ്കരിക്കേണ്ടത്. ആദ്യം ഏത് വക്താണോ വന്നിട്ടുള്ളത് അതാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അസർ നിസ്കരിക്കലല്ല, അസർ നിസ്കരിച്ചിട്ടാണ് മഗ്‌രിബ് നിസ്കരിക്കേണ്ടത്.
ബാങ്ക് കൊടുക്കണ്ട്. എന്താണ് ബാങ്ക് കൊടുക്കണ്ട്. ബാങ്ക് കൊടുക്കണ്ടെന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. ബാങ്ക് കഴിഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ എന്നല്ലേ? അല്ല, ബാങ്കിന് ശേഷമുള്ളതിൽ റളിതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്നാണ് വന്നിട്ടുള്ളത്. റസൂലൻ തന്നെ പറയാം, നബിയാന്ന് പറയാൻ പറ്റൂല അല്ലേ? റളിതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. അത് എപ്പോഴാണ് പ്രാർത്ഥന ചെല്ലേണ്ടത്? ബാങ്കിന് ശേഷം. ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലി എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ എന്നുള്ള ബാങ്കിന് ശേഷമാണ് അതിന്റെ ഇടയിലല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ശേഷമല്ലേ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ ഇടയിലല്ല ചെല്ലുക. ഹയ്യൽ സലാം എന്ന് പറഞ്ഞതിന്റെ മുന്നായിട്ട് ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയും വന്നിട്ടുണ്ട്. അഥവാ എന്താണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്ന് രണ്ട് ഷഹാദത്തുകളും, അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിട്ടും അങ്ങനെ ഒരു പ്രാർത്ഥന കൂടി എന്തെയ്തിട്ടുണ്ട് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന. ഇങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട് ആ ഷഹാദത്തിന് ശേഷം. ഈ രണ്ട് പ്രാർത്ഥനകളും ഇത് രണ്ട് രൂപത്തിലും വന്നത് നമ്മൾ ബാങ്കും ഇഖാമത്തും എന്നുള്ള ക്ലാസിന്റെ അവസാനത്തെ ക്ലാസ്സിൽ, ബാങ്കും ഇഖാമത്ത് നമ്മൾ 4 or 5 ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ അവസാനത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് പരാമർശിച്ചിട്ടുണ്ട്. കൂടുതൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക, ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് ഇശാഇനൊക്കെ ശേഷം ഒരു 4 or 6 റക്അത്ത് നിസ്കരിച്ച് വെച്ചിട്ട് ബാക്കി പുലർച്ചെ എണീച്ച് ബാക്കി 3 വിത്റാക്കി നിസ്കരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റൂലേ നമുക്ക്? അങ്ങനെ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തില് നമ്മൾ അലം നശ്റഹും സൂറത്തുൽ കാഫിറൂനും ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തിൽ സൂറത്തുൽ ഫീലും ഇഖ്ലാസും ഓതുന്നത് കുറിച്ച് എന്താണ് ഉസ്താദേ, അതിന്റെ സുന്നത്തുണ്ടോ? അങ്ങനെ ഓതാമോ? സുബഹിയുടെ സുന്നത്തിൽ ചൊല്ലുന്ന സുന്നത്തുകളെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2 രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത് ചര്യ വന്നിട്ടുള്ളത്. ഒന്ന്, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുക എന്നതാണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂന്, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. മറ്റൊരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് ആലു ഇംറാനിലെ
136-ാമത്തെ ആയത്ത് ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന എന്ന് തുടങ്ങുന്ന ആയത്തും രണ്ടാമത്തെ റക്അത്തിൽ 134 ഉസ്താദേ? 134 136 രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ എന്ന 64-ാമത്തെ ആയത്ത്. ഈ രണ്ട് രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ടിട്ട് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഖുലു ആമന്ന ബില്ലാഹി എന്നുള്ള ആയത്തും അതേപോലെ ഖുലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ എന്ന് തുടങ്ങുന്ന ആയത്ത്. അതേപോലെ തന്നെ ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. അത് എത്രാമത്തെ ആയത്താ ഉസ്താദേ? ഏത്? രണ്ടാമത്തെ റക്അത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 64-ാമത്തെ ആയത്ത്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറയിലെ, ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് ആൽ ഇംറാനിലായി പോയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്തും ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന എന്ന് തുടങ്ങുന്ന ഒരു ആയത്താണത്. രണ്ടാമത്തതില് ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ എന്ന സൂറത്തു ആൽ ഇംറാനിലെ 64-ാമത്തെ ആയത്ത്. ചില റിപ്പോർട്ടുകളിൽ രണ്ടാമത്തെ റക്അത്തിൽ ആൽ ഇംറാനിലെ 52-ാമത്തെ ആയത്താണ് എന്നും വന്നിട്ടുണ്ട് ചില ഹദീസുകളിൽ. ഖുൽ ആമന്ന ബില്ലാഹി വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ എന്ന് ഉള്ള ആയത്ത് അത് പാരായണം ചെയ്തതായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഇങ്ങനെ 3 രൂപമാണ്. രണ്ടാമത്തെ റക്അത്തില് 52. രണ്ടാമത്തെ റക്അത്തിൽ 2 രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് ആൽ ഇംറാനിലെ 64-ാമത്തെ ആയത്ത് ഓതി എന്നുണ്ട്, ആൽ ഇംറാനിലെ 52-ാമത്തെ ആയത്ത് ഓതി എന്നുണ്ട്. ഈ 2 രൂപത്തിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. സുബഹിന്റെ സുന്നത്തിനല്ലേ? അതെ, സുബഹിയുടെ സുന്നത്ത്. ഇവിടെ ചോദിക്കപ്പെട്ട കമന്റ് ബോക്സിൽ വന്ന 2 ചോദ്യങ്ങളും കൂടി ഉണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സുജൂദിൽ പോകുന്ന രൂപം. സുജൂദിൽ പോകുമ്പോ റുക്കൂയിൽ നിന്ന് നേരെ എന്ത് ചെയ്യാം? സുജൂദിലേക്ക് പോവുക. സുജൂദിൽ പോകുമ്പോ കാല് ആദ്യം കുത്താം, കൈ കുത്താം. ഏത് കുത്തുന്നത് കൊണ്ടും കുഴപ്പമില്ല. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സുജൂദ് ചർച്ച കൂടുതൽ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാണ്ട്, അതുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോ 2 രൂപ കാല് ആദ്യം കുത്തിയാലും കാൽമുട്ട ആദ്യം കുത്തിയാലും കൈ ആദ്യം കുത്തിയാലും രണ്ടായാലും ശരിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ സൂറത്തും കുറച്ച് ശബ്ദത്തിൽ ഓതിയത് കൊണ്ട് വല്ല കുഴപ്പമില്ല. ഫാത്തിഹയും സൂറത്തൊക്കെ ശബ്ദത്തിൽ ഓതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്. നിസ്കരിക്കുമ്പോൾ സുജൂദിൽ നിന്നും എണീക്കുമ്പോൾ എപ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തേണ്ടതുണ്ടോ? ഇല്ല, കൈ ഉയർത്തേണ്ടതിന്റെ കാര്യം നമ്മൾ ഒന്നാമത്തെയോ രണ്ടാമത്തെ ക്ലാസ്സിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ കൈ ഉയർത്തേണ്ട സന്ദർഭം ഒന്നാമത്തെയും മൂന്നാമത്തെയും റക്അത്തിലേക്ക്, ഒന്നാമത്തെയും നാലാമത്തെയും റക്അത്തിലേക്ക് വരുമ്പോൾ കൈ ഉയർത്തേണ്ട. തശഹുദിൽ ഇരുന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈ ഉയർത്തേണ്ടത്. അല്ലാത്ത സമയങ്ങളിലൊന്നും എന്ത് ചെയ്യേണ്ട? കൈ ഉയർത്തേണ്ടതില്ല. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ. സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇഖാമത്ത് കൊടുത്തു പോവാറുണ്ട്. അതിൽ തെറ്റുണ്ടോ? നമ്മളവിടെ ശ്രദ്ധിക്കാണ് വേണ്ടത്. ഇത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ എന്താ വെച്ചാല് നമ്മള് വേറെന്തോ ഒരു ഹാലിൽ നിസ്കരിക്കുന്നത് പോലെയാണ്. നമ്മളെന്തേ ഒരു ശ്രദ്ധ കൊടുത്ത് സുന്നത്താണ് നിസ്കരിക്കുന്നത്, അപ്പൊ സുന്നത്തിന് എന്ത് വേണ്ട? ഇഖാമത്ത് വേണ്ട എന്നുള്ള ഒരു ബോധ്യം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാൻ പറ്റും. സുന്നത്തുകൾക്ക് എന്താ വേണ്ട? ഇഖാമത്ത് ആവശ്യമില്ല. പിന്നെ ഫർള് കഴിഞ്ഞ് സുന്നത്തിന് നിൽക്കുമ്പോൾ ഇഖാമത്ത് കൊടുത്തു പോവാറുണ്ട്. അത് നമ്മളൊന്നൊരു ശ്രദ്ധിച്ചാൽ മതി. ഫർളും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസങ്ങൾപ്പെട്ടൊരു വ്യത്യാസം തന്നെയാണ് അത്. അപ്പൊ നമ്മൾ ഫർളല്ല നിസ്കരിക്കണത് എന്ന് നമ്മളെ മനസ്സിലേക്ക് കൃത്യമായിട്ട് ഒരു ബോധ്യം കൊണ്ടുവന്നുകൊണ്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മാറാൻ കഴിയും. ബഖറയിലെ 136-ാമത്തെ ആയത്താ പറഞ്ഞത്. 136-ാമത്തെ ആയത്ത്. 64-ഉം 52-ഉം. 54-ഉം 62-ഉം 64-ഉം 52-ഉം ഒരുപോലെ എന്ത് ചെയ്യണ്ട? ഓതേണ്ടതില്ല. ഏതെങ്കിലും ഒന്ന്. പിന്നെ ഇഖ്ലാസ് അല്ലെങ്കിൽ കാഫിറൂനും ഇഖ്ലാസും
ഇതൊക്കെ ഏതെങ്കിലും ഒന്നാണ്, എല്ലാം കൂടി ഓതണ്ട കേട്ടോ. ഓക്കെ, എന്നാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഫഹാദ വല്ലാഹു അലം ഫിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.